ഈ കൊട്ടിയൂർ എന്നുള്ള പേര് അതിന് വരാൻ കാരണം ആ പ്രദേശം യഥാർത്ഥത്തിൽ കട്ടൻ രാജവംശം എന്ന് വിളിക്കപ്പെടുന്ന ഒരു മലയ വിഭാഗത്തിൽപ്പെട്ട ഒരു രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു എന്നും കട്ടിയൂർ എന്നുള്ള പേര് പിന്നീട് ലോപിച്ച് അത് കൊട്ടിയൂരായി തീർന്നു എന്നുമാണ് ഭാഷാനാമമൊക്കെ പറയുന്നത്. എന്നാൽ അതിലുപരിയായിട്ട് കൊട്ടിയൂരിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ കൊട്ടിയൂരിലേക്ക് ഈ ഒരു വൈശാഖ കാലത്ത് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളുമായിട്ട് കടന്നു ചെല്ലുന്ന കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സമീപത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധിയായിട്ടുള്ള ഭക്തർ എത്തുന്ന ഒരു സമയമാണ് ഈ വൈശാഖക്കാലം, കൊട്ടിയൂരിലെ തീർത്ഥാടന കാലം. എന്താണ് യഥാർത്ഥത്തിൽ കൊട്ടിയൂരിൻ്റെ ഒരു മാഹാത്മ്യം? അത് ദക്ഷയാഗം നടന്ന ഭൂമിയാണ് എന്നാണ് സങ്കല്പം. ഭഗവാനുമായിട്ട് ദ്വേഷമുള്ള ഈ ദക്ഷൻ എന്ന് പറയുന്ന പ്രജാപതി ഭഗവാനെ അപമാനിക്കാനായിട്ട് ഒരു യാഗം നടത്താനായിട്ട് തീരുമാനിച്ചു എന്നാണ്. ആ യാഗം നടത്താനായി അദ്ദേഹം തെരഞ്ഞെടുത്ത സ്ഥലമാണത്രേ ഇന്നത്തെ കൊട്ടിയൂർ.